ഉണ്ടോ? ആ ഇവിടുത്തെ ഒന്ന് അടച്ചു തരണേ, താഴത്തെ. എന്തിനാ? ഓ വേണ്ട, അവിടെ പ്ലാസ്റ്റിക് വല്ലതും വെച്ച് അടച്ചാണ്. ഞാൻ വന്നു. നമ്മുടെ ഈ വീട്ടിലെ ഇങ്ങനത്തെ ആദ്യത്തെ വീഡിയോ ആണ്. 2 ദിവസം ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ഇട്ടു. പിന്നെ നമുക്ക് ജോലിപ്പാടല്ലേ, അങ്ങനെ എനിക്ക് വയ്യായിരുന്നോണ്ടാണ് 2 ദിവസം ഞാൻ ആ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പം കുറേ അപ്പോൾ കാണാഞ്ഞപ്പോൾ കുറേ പ്രിയപ്പെട്ടവർ ചോദിച്ചു എന്ത് പറ്റിയെന്നൊക്കെ. അപ്പോൾ ഇനി മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇവിടെ മഴയായിരുന്നു കേട്ടോ. മഴ പെയ്ത് എല്ലാം നനഞ്ഞ്, നമ്മളതിനെ ചെടിയൊക്കെ കൊണ്ടുവന്ന് മൊത്തം വാടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് രാവിലെ ഇന്നലെയൊക്കെ അതിനെയൊക്കെ ഒന്ന് ജീവൻ വെപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് മഴ പെയ്തപ്പോൾ അവരെല്ലാം ഉഷാറായി. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇടിയപ്പപ്പൊടി മേടിച്ചു. പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ പോയി. എല്ലാം തീർന്നിരിക്കുമായിരുന്നു. തക്കാളി മാത്രം ഒരെണ്ണം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ചതേ. തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, കോവയ്ക്ക, പച്ചമുളക്, ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആതിരക്കുട്ടി എനിക്ക് ഇന്നും സ്വിഗ്ഗി ഓർഡർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അയച്ചു തന്നത് കുത്തു പൊറോട്ട, പിന്നെ എഗ്ഗ് ഫ്രൈഡ് റൈസ്, പിന്നെ കിഴി ബിരിയാണി, പിന്നെ ഒരു ജ്യൂസ്, എന്തുമായിരുന്നു അത്, സ്ട്രോബെറി ലൈം ജ്യൂസ് കേട്ടോ. അത് ഞങ്ങൾ കുടിച്ചു. കൊച്ചോളും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളത് കുടിച്ച് തീർത്ത്. അപ്പോൾ ബിരിയാണി ഒരെണ്ണം കൊച്ചോൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസും ഒരു ബിരിയാണി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇന്ന് എനിക്ക് കഴിക്കാൻ ചോറ് ഇരിപ്പുണ്ട്. അമ്മയാണ് മീൻ ഏതാണ്ട് കറി വെച്ചു എന്ന് പറഞ്ഞു. അത് കൊടുത്തു വിടട്ടെ എന്ന് ചോദിച്ചു. അത് കൊടുത്തു വിട്ടോളാം, എനിക്ക് ചോറ് മതി. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇച്ചിരി എടുക്കും. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ആതിരക്കുട്ടി അയച്ചു തന്നതാണ്, അതുകൊണ്ട് അത് ടേസ്റ്റ് ചെയ്യും. പിന്നെ ഒരു ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മോനിക്കുട്ടനെ വിളിക്കാൻ മുത്തങ്ങോട്ട് പോയതാ, വന്നു. പിന്നെ ഹൂസിൻ ഭായിയുടെ കടയിൽ നിന്ന് അവിടുത്തെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം കൊണ്ടുവന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ 5 എണ്ണം മേടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വരുവാ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്യൂഷൻ്റെ അവിടെ പോയേക്കും. ടീച്ചർ എന്നോട് പറഞ്ഞു എന്തിന് എന്തോ ഇതേ വെക്ക് കുഞ്ഞേ, അതേ വെക്ക്. ഓ ഇപ്പൊ എന്തോ കഴിക്കുന്നേ? അമ്മ കൊടുത്തു വിട്ട് എന്തൊക്കെയാന്ന് നോക്കട്ടെ. വെണ്ടയ്ക്ക, കോവയ്ക്ക, മെഴുക്ക് വരട്ടി, പിന്നെ മീൻകറി. അടങ്ങിയിരി. തേങ്ങ അരച്ച മീൻകറി, ഇത് രണ്ടോ കൊടുത്തു വിട്ടേക്കണം കേട്ടോ. പിന്നെന്താണ് പ്രിയങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് വീട് മാറിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ അതിനകത്ത് ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരെയും ഒരു വ്യക്തികളെയും കുറ്റപ്പെടുത്താനോ ആരുടെയും പ്രതിച്ഛായ നശിപ്പിക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. അപ്പം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീട് മാറുകയാണെന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനകത്ത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. കാരണം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകളൊക്കെ അറിയിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും സ്നേഹം അറിയിക്കുവാണ് കേട്ടോ. പിന്നെ എന്താണ് വിശേഷം പ്രിയങ്ങളെ? വേറെ എന്തുവാ, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇന്നിനും പാചകമൊന്നുമില്ല, പക്ഷേ ഇവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഉള്ളതുകൊണ്ട്
അപ്പോൾ ഞാനതെല്ലാം ഒന്ന് തീർക്കണം ഇന്ന്. പിന്നെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, തുണി കഴുകാനുള്ള ഒരുപാടുണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന കർട്ടനെല്ലാം അഴുക്കായി കിടക്കുക. അതൊന്നും വാഷിംഗ് മെഷീനകത്ത് ഇടാൻ പറ്റത്തില്ല, വെയിലൊക്കെ അനുസരിച്ച് കുറേശ്ശെ കഴുകിയിടാമെന്ന് വിചാരിച്ചു. അല്ലാതെ തുണികളൊക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകണം. നാളെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ ഒരാൾ വരും. പിന്നെ അതാണ് ഇനിയുള്ള പ്രധാന ജോലി. ബാക്കിയെല്ലാം ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചു. പിന്നെ കൊച്ചുമോൾ ഇന്നാണ് പോയത്. നമുക്ക് നാളെ കോളേജിലൊക്കെ പോകണം, അതുകൊണ്ട് അങ്ങോട്ട് പോയി. ഇതൊക്കെയാണ് പ്രിയങ്ങളെ വിശേഷം. നമ്മുടെ പുതിയ താമസവും ഇടവും ഒക്കെ എൻ്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻ്റ് ഇടണം. പിന്നെ അന്നത്തെ നമ്മുടെ ആദ്യം തൊട്ടുള്ള വീഡിയോസിൽ ഒരുപാട് പേര് ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അതൊന്നും ചെയ്യാഞ്ഞത്. പിന്നെ ഇവിടെ ഇപ്പോൾ അത് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഈ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റിടെ. നമ്മൾ ഏത് സാഹചര്യവുമായിട്ട് വേണമെങ്കിൽ പിന്നെ ഇണങ്ങിയാലേ പറ്റൂ, വേറെ വഴിയില്ലല്ലോ. ഒന്ന് കുളിച്ച് ജപിച്ചൊക്കെ വരാൻ പ്രിയങ്ങളെ. പച്ചക്കറികളൊക്കെ കഴുകിയെടുത്ത് വെക്കണം. ഗ്യാസ് ഇല്ലല്ലേ? ഗ്യാസ് ഇല്ല, അത് പോയി കാണും. ഒരു കൂട്ടം സൈക്കിളെ ഓട്ടാൻ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. എന്നോട് ശാലമേ കുളിയും ജപമൊക്കെ കഴിഞ്ഞു. പിന്നെ ചോറൊന്ന് വാർത്തിടണം. എനിക്ക് മാത്രം മതിയല്ലോ, അവർക്ക് സ്പെഷ്യലുണ്ട്, അവർക്ക് ചോറെടുക്കേണ്ട ആവശ്യമില്ല. പിന്നിന്ന് ചെറിയൊരു പണിയാണ്. ഞാൻ കുറേയെല്ലാം ബാക്കി ഉണ്ടായിരുന്നൊക്കെ ഒതുക്കി കേട്ടോ. എന്നാലും ഒരു പണി ബാക്കിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഈ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ അങ്ങനെ അതിൻ്റെ പ്രശ്നമില്ലേ, അത് എൻ്റെ പേരില്ല. അപ്പം ഞങ്ങളുടെ പേരും അതിന് ആധാർ കാർഡും അതും ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. അതൊക്കെ എവിടെ ഒന്ന് തപ്പി എടുക്കുമായിരുന്നു, തലയ്ക്ക് ഭ്രാന്തെടുക്കുമായിരുന്നു. എല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഫയലെല്ലാം കിട്ടി, ഇനി അതിനകത്തുനിന്ന് അത് തപ്പിയെടുത്ത് റെഡിയാക്കി വെക്കണം. ഇനി വില്ലേജ് ഓഫീസ് ഹിയറിങ്ങിന് വിളിക്കും. 16-ാം തീയതി 17-ാം തീയതി കണ്ടാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കണം. അതേ ഉള്ളൂ ഇന്നിപ്പോൾ ഉള്ള പണി. എന്നിട്ട് അത്താഴം കഴിക്കുമോ കിടക്കും, അത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് കിടക്കാനുള്ള ഒരു മുറി ഉള്ളത്. അതിനകത്ത് ഞാനും മോനുകുട്ടനും കിടക്കുന്ന കട്ടിൽ ഇവിടെ കൊണ്ടിട്ടു. പിന്നെ ഈ ഒരു ടീപ്പ് ഇവിടെ വെച്ചു. ഇവിടെ വളയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ, അതൊന്നും പെട്ടിക്കകത്ത് പൂട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പായും പിന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കാത്തതൊക്കെ അത്യാവശ്യമില്ലാത്തതെല്ലാം ഇതിനകത്ത് കെട്ടി വെച്ചേക്കുന്ന കേട്ടോ. ചാരുകസേര എടുത്ത് വെക്കാൻ സ്ഥലമില്ല, അതും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ ജിൻസിക്കുട്ടി തന്ന സ്റ്റാൻഡ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ അയവള്ളി ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ട് തുണികളൊക്കെ ഇവിടെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവച്ച. ഷാളും പിന്നെ ലെഗിൻസും ഒക്കെ എനിക്ക് എന്നും എപ്പോഴും രാവിലെ എടുക്കേണ്ടതായതുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുക. ലെഗിൻസിൻ്റെ ഈ ഒരു പാക്കറ്റൊക്കെ നമ്മൾ അവിടെ ഒരു ഭിത്തിയിൽ ഒരു അലമാരി ഉണ്ടായിരുന്നല്ലോ, അവിടെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ അലമാരികളൊന്നുമില്ല, അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത്. വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, ഇനി അത് സെറ്റ് ചെയ്യണം. ഇതെല്ലാം കഴുകാനുള്ള തുണികളാണ്. പിന്നെ നമ്മുടെ കർട്ടനെല്ലാം ഞാനിവിടെ മടക്കി വെച്ചേക്ക് കഴുകണം. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ ഈ ഒരു അലമാരി ഇവിടെ വെച്ചു. മോനുകുട്ടൻ്റെ മുത്തിൻ്റെ അലമാരി ദേ ഇരിക്കുന്നു. നമ്മുടെ അടുക്കളയിലെ അലമാരി ദേ. ഇതിനകത്ത് പാത്രങ്ങളെല്ലാം ഇതുപോലൊക്കെ വെച്ചേക്കുക കേട്ടോ. ഇതിനകത്തല്ലാതെ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ ഭിത്തി അലമാരികളിലൊക്കെ ഇരുന്നതാണ് ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഫ്രിഡ്ജൊക്കെ ഇവിടെ വെച്ചു. പിന്നെ ഇവിടെ നമ്മൾ തിരി കത്തിക്കാനുള്ള ഇതൊക്കെ എടുത്ത് വെച്ചു. ഹോളിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അവിടെ തിരി കത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഇതങ്ങോട്ട് പോകുന്നിടത്ത് തിണ്ണ, അവരവിടുന്ന് TV കാണുന്നു. ഇത് അടുക്കളയും ഞാൻ ഇന്ന് കുറേയെല്ലാം അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഷെൽഫിനകത്ത് ഈ കുറേ സാധനങ്ങൾ, അത്യാവശ്യമുള്ള പാത്രങ്ങളും മാത്രം. പിന്നെ ഗ്യാസ് സിലിണ്ടറും ഗ്യാസ് അടുപ്പും ഒക്കെ ഇവിടെയാണ്. വെട്ടം കുറവാണ്, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അവിടെ ഞാൻ പേപ്പർ വിരിച്ചേക്കും കേട്ടോ. നമുക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവിടെ പാത്രം കഴുകുന്നതാ സിങ്ക് കേട്ടോ.
ചോറ് വാർക്കാനുള്ള പാത്രം എടുക്കട്ടെ. എല്ലാം എടുത്ത് വെളി വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരെണ്ണം എടുത്താൽ അത് കഴുകി വേണം പിന്നെ എടുക്കാൻ. ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകേണ്ടി വന്ന നടു പോകും. ഇതിങ്ങനെ ഇത്രയും പൈപ്പ് അത്രയും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ നിന്ന് കഴുകണം. കുറച്ചാൾ കഴിയുമ്പോൾ അതങ്ങ് ശീലമാകും. എന്നാൽ തുടക്കത്തിൽ ഒരു പ്രശ്നം. ഇത് എന്നോട് ഒരുപാട് പ്രിയങ്ങൾ ചോദിച്ചതാണ്, ഇത് എവിടെ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ ഒരു സെറ്റ് കൂടെ ഉണ്ടായിരുന്നു, റെഡും ബ്ലാക്കും ആയിരുന്നു ഇതിൻ്റെ. പക്ഷെ ബ്ലാക്ക് ഇളക്കി അത് ഒടിഞ്ഞു പോയി കേട്ടോ. ഇത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച്, ഇത് കൊച്ചോളം എടുത്തോണ്ട് വന്നതാ. അവക്കിത് കളയാൻ വയ്യാന്നും പറഞ്ഞുകൊണ്ട് ഉമ്മണി ചോറെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് നോക്കണ്ടായ. ഒരു കഴിക്കുമ്പോൾ ഇച്ചിരി കിള്ളി കഴിക്കാം. നാളെ മറ്റന്നാളിന് മോനുകുട്ടന് സ്കൂൾ അവധിയാണ്. നാളെ മകരവിളക്കിൻ്റേത്, പിന്നെ പ്രാദേശിക അവധി, അങ്ങനെ 2 ദിവസം അവധിയാണ്. പിന്നെ മുത്തിവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരിക്കും. പക്ഷെ സൈക്കിളും കൊണ്ട് ഇറങ്ങും, അതാണ് പ്രശ്നം. മുത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇന്നലെ ഇവിടെ ഒരു ട്യൂബൊക്കെ വെച്ച് കേട്ടോ. ശാലോമും നിഖിലും അവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഇവിടെ ഒരു ട്യൂബ് ഇട്ടു. പിന്നെ ഇവിടെ ഒരു ഇത് അടുക്കളയിൽ നിന്ന് മുറ്റത്തോട്ടുള്ള വാതിലാണ്. അവിടെ ഒരു ബൾബ് ഇല്ലായിരുന്നു. 2 ഹോൾഡർ ഉണ്ട്, പക്ഷെ ബൾബ് ഇട്ടിട്ട് കത്തുന്നില്ലായിരുന്നു. അതും പിന്നെ ഇതിൻ്റെ അത് സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അതും പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വശത്തൊരു ബൾബുണ്ട്, എന്നാൽ ഇപ്പുറത്ത് നമ്മുടെ വണ്ടിയൊക്കെ വെക്കുന്നിടത്ത് ഒരു ബൾബും കൂടി ഇട്ടു. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ആയിരുന്നു ഇന്നലെ മൊത്തം. ഇനിയിപ്പോൾ അതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് ജീവിക്കും. ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ പ്രിയങ്ങൾ എന്നോട് ചോദിക്കരുത്, അതിനെപ്പറ്റി ഒന്നും പറയരുത്. എനിക്ക് താല്പര്യമേ ഇല്ല. ഞാൻ അടച്ച അധ്യായമാണ്. എല്ലാ രീതിയിലും ഞാൻ ആ അധ്യായം അടച്ചു. എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാലയളവ് ഉണ്ടായിരുന്നു എന്ന് ഓർക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, വെറുപ്പാണ്. അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. എന്നെ സ്നേഹിക്കുന്നവരും അത് മാത്രം ചിന്തിച്ചാൽ മതി. ഞങ്ങളോട് കൂടെ പ്രാർത്ഥനയോടെ ഞങ്ങളോടൊപ്പം നിന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. അല്ല, ഓടി വരുന്നുണ്ടപ്പോൾ ഞാൻ വിശക്കുന്നു. രണ്ടേലും അമ്മയ്ക്ക് ഇച്ചിരി തരണം കേട്ടോ. അമ്മയ്ക്ക് ബിരിയാണി വേണം, ഇതും വേണം. ടേസ്റ്റ് ചെയ്യാൻ മാത്രം. അമ്മ ചോറ് രാവിലത്തെ ഒന്നും. മോനിക്കുട്ടൻ ഹാപ്പിയാണ്. മോനിക്കുട്ടൻ ഇവിടെ സൈക്കിൾ ചവിട്ടാൻ സ്ഥലമുള്ളതുകൊണ്ട് ഹാപ്പി. ജാനി അടുത്തുണ്ട്. എഗ് ഫ്രൈഡ് റൈസ്. ചിക്കൻ അല്ലേ എല്ലാവർക്കും വേണം. എല്ലാവർക്കും ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം. നിന്റെ ആവശ്യത്തിനുണ്ട് ചോറോ? ജഗ്ഗിനകത്ത് വെള്ളമുണ്ടോ? ഞാൻ ജഗ്ഗിനകത്ത് വെള്ളം കുടിക്കത്തേ. ചൂടുവെള്ളമുണ്ടോ? വെള്ളം രാവിലെ തിളപ്പിച്ചു. അയ്യോ, ഒരു പതിമുഖം കഴിക്കണം വിചാരിച്ചു. തുളസിയില് സോസൊന്നും എനിക്ക് വേണ്ട. നമുക്ക് ചോറുണ്ണാം. ചക്കര മുത്തുമണികളെ, ചോറ് വിളമ്പി. ഞാൻ ഇച്ചിരി മിക്കോരട്ടി എടുക്കട്ടെ, കുറച്ച് മതി. മീൻകറി ഉള്ളത് കൊണ്ടാണ് ഞാൻ ചിക്കൻ എടുക്കാഞ്ഞത് കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു നമ്മുടെ ആതിരക്കുട്ടി അയച്ച പാഴ്സലിനകത്ത്. ഇത് ചിക്കൻ കറി ഇത്ര എനിക്ക് വെച്ചിട്ട് പോയതാണ്.
എനിക്ക് വേണ്ടതേ നമുക്ക് ചോറിൻ്റെ ഇട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചത്. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. എന്നത്തെ പോലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹവും സന്തോഷവും ഒരുപാട് 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 എത്ര പറഞ്ഞാലും തീരില്ല അത്രയും സ്നേഹം. നാളെ കാണാട്ടോ. എല്ലാവരോടും വീണ്ടും സ്നേഹം പ്രാർത്ഥനയിൽ ഓർക്കാം. നന്മ വരട്ടെ. ഓക്കെ, ബായ്, സി യു. നമ്മൾ തിണ്ണക്കിരുന്നാ കഴിക്കുന്ന കേട്ടോ. ഓണ്ടേ 2 പേരും അവിടെ നിൽപ്പുണ്ട്. കോമഡി കാണാൻ മരിക്കാൻ പോവാ TV. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.